നോക്കൂ, മലയാളിയുടെ ഒരു സാംസ്കാരിക പെരുമ എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ പൂരത്തെ കാണുന്നത്. കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞ 2 വർഷങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു, നമുക്ക് നിർഭാഗ്യകരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് അതുമായിട്ട് രൂപപ്പെട്ടു വന്നത്. എന്നാൽ ഈ വർഷം വളരെ ആഹ്ലാദകരവും സന്തോഷകരമായിട്ട് മലയാളിയുടെ ഒരു ആത്മവിശ്വാസത്തെ പോലും ഉയർത്തുന്ന തരത്തിൽ പൂരപ്പൊലിമ തൃശ്ശൂർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഈ വർഷവും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അതിലുള്ളതായി എടുത്തു വന്നത്? എത്രയോ വർഷങ്ങളായി നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഹ്ലാദിക്കുകയും അതോടൊപ്പം തന്നെ ഒരു വലിയ സാംസ്കാരിക ചിഹ്നവുമായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. വെടിക്കെട്ട് നടക്കുന്നു, പൂരത്തിൻ്റെ മറ്റ് ചടങ്ങുകൾ നടക്കുന്നു, അവിടേക്ക് ഘോഷയാത്രയായി ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളിപ്പ് വരുന്നു, തെക്കോട്ടിറക്കം, എലഞ്ഞിത്തറമേളം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഓരോ ചടങ്ങുകളും അത് പൂരത്തിൻ്റെ മാറ്റ് കൂട്ടുന്നു. അതോടൊപ്പം തന്നെ കുടമാറ്റമൊക്കെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് കുറച്ച് നാളുകളായി അവരെടുക്കുന്നൊരു നിലപാട് വലിയ തരത്തിൽ നടക്കുന്ന ജനങ്ങളെ ആകർഷിക്കുന്ന, ജനങ്ങൾ വരുന്ന വലിയ ഉത്സവങ്ങളോട്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളുമായി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ക്ഷേത്രങ്ങളോട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമലയുടെ വിഷയത്തിലും അവരെടുത്തതാണ്. കോടതി വിധിയെ മറയാക്കിക്കൊണ്ട് ശബരിമലയിൽ ഒരു വിവാദമുണ്ടാക്കി ആ ശബരിമലയിലെ ഭക്തജനങ്ങളുടെ വരവിനെ തടസ്സപ്പെടുന്ന തരത്തിലൊരു പ്രോസസ്സ് ചെയ്തു. സത്യത്തിൽ കേരളത്തിൻ്റെ ഇക്കോണമിയെ ഒരു പൊതുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഇക്കോണമിയെ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ് ബാധിക്കുന്ന ഒരു വിഷയമാണ് ശബരിമല. ഒരു 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 കെട്ട് നടക്കുന്ന ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ച് ശരാശരി ഒരു 600 രൂപ മുതൽ 700 രൂപ വരെയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു കെട്ട് നടക്കും. അപ്പോൾ കേരളത്തിൻ്റെ ഇക്കോണമിയിലെ പെട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി ഏത് ക്ഷേത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് കാര്യത്തിലും ഇക്കോണമിയിൽ ഏകദേശം ഒരു 30,000-ലേറെ കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നൊരു പ്രോസസ് കാലമാണ് ഈ 45-50 ദിവസക്കാലം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ അതെല്ലാം പിന്നോട്ട് വലിക്കപ്പെട്ടു. തൃശ്ശൂർ പൂരം ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ പല സ്ഥലത്തുനിന്ന് വരുന്നു, യാത്ര. നമ്മുടെ ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്കോണമിക് പ്രോസസ്സ് കൂടിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർത്ഥാടനം നടക്കുമ്പോൾ അതനുസരിച്ച് ആളുകൾ യാത്ര ചെയ്യുന്നു, അവിടെ ബിസിനസ് നടക്കുന്നു, അവിടെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായി അത് മാറുന്നു. തൃശ്ശൂർ പൂരം ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചക്കാലം തൃശ്ശൂരിൻ്റെ ഒരു വലിയ അവരുടെ ഒരു ഇക്കോണമിയെ കൂടി ചേർന്ന് നിർത്തുന്നതാണ് ആ നഗരത്തിൽ. അതിന് തടസ്സം നിൽക്കുക എന്ന് പറയുന്നതിൽ ഒന്നൊരു രാഷ്ട്രീയമുണ്ടോ എന്ന് വെച്ചാൽ രാഷ്ട്രീയമുണ്ട്. അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് മാത്രമേ അതിനകത്ത് പ്രധാനമായിട്ടുള്ളൂ. ആ ഇഷ്യൂ കഴിഞ്ഞ വർഷം അതിൽ ചെറിയ തരത്തിലുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നമുണ്ടായത്. ഇപ്പോൾ പൂരപ്പറമ്പിലേക്ക് വരുന്ന പൂരപ്രേമികളെ തടയുക, അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പിനെ തടയുക, ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഈ പൂരത്തിൻ്റെ സ്ഥലത്തേക്ക് വരുന്ന ആന എഴുന്നള്ളിച്ച് വരുന്ന സ്ഥലത്ത് തടസ്സപ്പെടുത്തുക, ഈ തരത്തിലുള്ള തടസ്സങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായും പൂരപ്രേമികൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തി, ചില പ്രതിഷേധങ്ങളുണ്ടായി. അത് പിന്നീട് വലിയ തരത്തിലേക്ക് മാറി. അത് കുറച്ചുകൂടി പോലീസുമായി ഒരു റിഫ്റ്റിലേക്ക് തന്നെ അത് മാറുന്ന സാഹചര്യം. അതാണ് പിന്നീട് ഒരു വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ മാറിയതും. പിന്നീട് വെടിക്കെട്ട് സമയം മാറി. അപ്പോൾ വെടിക്കെട്ട് നടക്കേണ്ട സമയത്ത് നടന്നില്ലെങ്കിൽ, ഇപ്പോൾ രാത്രി 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ നടക്കേണ്ട വെടിക്കെട്ട് രാവിലെ 7 മണിക്കോ 8 മണിക്കോ നടക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേകതയുടെ അത് ഒരു കാലത്തും അത് നമുക്കാർക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. രാത്രി നടക്കേണ്ട വെടിക്കെട്ട് സാധാരണ നിലക്ക് വെളുപ്പിന് 2 മണിക്കോ 3 മണിക്കോ നടക്കുന്ന ഒരു വെടിക്കെട്ട് രാവിലെ 8 മണിക്ക് നടക്കുമ്പോൾ അതിനെന്താ പൊലിമയുള്ളത്? ഒരു പൊലിമയില്ല. മാത്രമല്ല, എന്തുകൊണ്ട് പോലീസ് അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നു? യഥാർത്ഥത്തിൽ പോലീസ് അങ്ങനെ തീരുമാനിക്കുന്നത് നമ്മളുടെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ ഈ സംവിധാനങ്ങളെല്ലാം അങ്ങനെയാണ്. ഇപ്പം ജനങ്ങളുടെ ഇച്ഛ, ജനങ്ങളുടെ ആഗ്രഹം, അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പോലീസ് ഫോഴ്സ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ശരിയായൊരു കാര്യമല്ല. പക്ഷേ എന്തായാലും അങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് അത് കൃത്യമായ രീതിയിൽ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ വർഷത്തെ ഈ പൂരത്തിൻ്റെ പൊലിമയിൽ നമുക്ക് മനസ്സിലാവും. ഒരു പ്രശ്നം അവിടെയില്ല. വളരെ സന്തോഷത്തോടെ നിർവഹിക്കപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തവണയും പൂരം നടക്കുമ്പോൾ ജനപ്രതിനിധികളുണ്ടാവും, മന്ത്രിമാരുണ്ടാവും, ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ഇവരെല്ലാവരും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു കോർഡിനേഷൻ നടക്കുമ്പോൾ ആ കോർഡിനേഷൻ കൃത്യമായി സർക്കാർ തലത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരോ ഇനി അതല്ലെങ്കിൽ ജനപ്രതിനിധികളോ അത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകേണ്ട ആൾക്കാരാണ്.
പക്ഷെ കഴിഞ്ഞ തവണ അതിൽ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടവും എല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാം നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയവും അതെ. ഒരു കാരണവുമില്ലാതെ പൂരത്തിൽ കയറിയതാണ് പൂരത്തെ അപകടത്തിലാക്കി. അതെ, അതിന് തെരഞ്ഞെടുപ്പ് ചട്ടമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഭാഗത്തുനിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിന് മോണിറ്റർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ടം ഉണ്ടെങ്കിൽ തീരുമാനമെടുക്കേണ്ടവർ തീരുമാനമെടുക്കണ്ടേ. അപ്പോൾ തീരുമാനമെടുക്കുന്നതിൽ കാണിച്ച ഒരു രാഷ്ട്രീയമാണ് ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തെ പല പ്രശ്നങ്ങൾക്കുമുള്ള കാരണമായി മാറിയത്. അതിൽ ഇപ്പോൾ അന്ന് മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്നു, ജനപ്രതിനിധികൾ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ അനാവശ്യമായി അതിൽ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഏതെങ്കിലും ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും പല സ്ഥലത്തുനിന്ന് വരുന്നവരോ അതല്ലെങ്കിൽ അവിടെ താൽക്കാലികമായി ചുമതലയെടുക്കുന്നവരോ ഒക്കെ ആയിരിക്കും. അത് മാത്രമല്ല, കേരളത്തിൽ നിന്ന് അല്ലാത്തവർ കൂടി ഉദ്യോഗസ്ഥന്മാരായിട്ട് അതിനകത്ത് പലപ്പോഴും കടന്നു വരാം. പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് അവിടുത്തെ ഒരു സിസ്റ്റം അറിയണമെന്നില്ല. ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യമായിട്ടൊരു പൂരപ്പറമ്പിലെ ഒരു സാധാരണക്കാരുടെ നടത്തിപ്പിനെ കൺട്രോൾ ചെയ്യാൻ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷമോ അതിന് മുൻപുള്ള വർഷമോ അവിടെ എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടത്തിക്കൊണ്ട് പോയത് എന്നറിയണമെന്നില്ല. അപ്പോൾ അതിൽ പരിചയസമ്പന്നർ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അതല്ലെങ്കിൽ അവിടുത്തെ കളക്ടറോ അല്ലെങ്കിൽ ചെയ്യേണ്ട ആൾക്കാരോ അതിൽ അവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വീഴ്ച കാണിക്കുന്നു. അതിനെ കറക്റ്റ് ചെയ്യാൻ പൊളിറ്റിക്കൽ ഫോഴ്സിനോ ഇനി അതല്ലെങ്കിൽ ദേവസ്വത്തിനോ അത് നടത്തുന്ന ആളുകൾക്കോ കഴിയാതെ വന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു പാളിച്ച, ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായ ഒരു പാളിച്ചയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത്. അതിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ ഒരു പിൻബലം കൂടി കിട്ടി. അതായത് കൃത്യമായിട്ട് അതിനകത്ത് ഇടപെട്ട് തിരുത്താൻ അവർക്ക് പറ്റിയില്ല. തിരുത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാരുടെ ആ തെറ്റായ തീരുമാനത്തിന് അവർ കുറച്ചുകൂടി അതിനങ്ങ് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അത് സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറി. ഇപ്പോൾ പൂരപ്പറമ്പിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പൊതുജനത്തെ സംബന്ധിച്ചറിയാമല്ലോ, അവരൊരു പൊതുവായി വരുന്ന സ്ഥലത്ത് അത് ആഘോഷത്തിൻ്റെയും അത് ആഹ്ലാദത്തിൻ്റെയും ഭാഗമായി വരുമ്പോൾ അതിനൊരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ തവണത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ തവണത്തെ ശബരിമല ദർശനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശബരിമലയിലെ നടത്തിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പൂജാ കാര്യങ്ങളിലാണെങ്കിലും കൃത്യമായി നടന്നു. എല്ലാ കാര്യത്തിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോലീസ് ഫോഴ്സ് ഇടപെടേണ്ട സ്ഥലങ്ങളല്ല അത്. പക്ഷെ പോലീസ് ഇല്ലാതെ നമുക്കിത് നടത്താനും പറ്റില്ല. ഇത് പരസ്പരം പൂരകമായി പോവുകയും അതിൻ്റെ ഒരു മൊത്തം സെൻസ് എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ ആഹ്ലാദവും നമ്മുടെ ഒരു സാംസ്കാരിക പൊലിമയിലും കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണെങ്കിൽ ഇവരുടെ ആക്ടിവിറ്റിയൊക്കെ പോസിറ്റീവ് അല്ലെങ്കിൽ ഇതൊക്കെ നടത്തുക എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ഒരു പൊതു സംവിധാനത്തെ അപ്രോച്ച് ചെയ്താൽ സ്വാഭാവികമായും അതിനകത്തൊരു നെഗറ്റിവിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് അതിനകത്തൊരു പ്രശ്നം. ഇപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പൂരം എത്രത്തോളം നല്ല രീതിയിൽ നടത്താം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇത് എങ്ങനെ അലങ്കോലപ്പെടുത്താം എന്ന് വിചാരിക്കുന്ന മനസ്സുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായ പ്രശ്നം. അത് ശരിയാണ്. അത് ആ ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് വളരെ രൂക്ഷമായിട്ടുണ്ട്. പക്ഷെ തുടങ്ങുന്നത് എനിക്കത് മാത്രമല്ല, അവിടുത്തെ ലേലം വിളിയും എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ്. പറഞ്ഞല്ലോ വലിയൊരു എക്കണോമിക് ഇതാണ് എന്ന് പറഞ്ഞല്ലോ. ആ എക്കണോമിയെ പോലും സ്തംഭനാവസ്ഥയിലാക്കുന്ന തരത്തിലുള്ള തീരുമാനം, കൂടുതൽ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അതൊക്കെ ഉയർന്നു. പക്ഷെ എല്ലാത്തിനും മര്യാദയില്ലേ, എല്ലാ മര്യാദകളും ആ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടു. ആരും ഇടപെടാതെ പ്രശ്നങ്ങളായി. നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇതൊരു ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ പ്രശ്നമാണല്ലോ. തൃശ്ശൂർ പൂരത്തിൽ നടക്കുന്നതെല്ലാം ആചാരപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, ക്ഷേത്ര ഉത്സവത്തിൻ്റെയും ആചാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതിന് തടസ്സമുണ്ടാകുന്നു എന്ന് വരുമ്പോൾ അതിൽ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അവൻ്റെ വിശ്വാസമാണ്. വിശ്വാസം തകർക്കപ്പെട്ടാൽ ഏതൊരാളായാലും റിയാക്ട് ചെയ്യും. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം വ്രണപ്പെടുമ്പോൾ അവർ റിയാക്ട് ചെയ്യും. ഇത്തരം വിഷയങ്ങളിൽ നമ്മളിപ്പോൾ ഈ ഭരണപരമായ രംഗത്ത് നിൽക്കുന്നവരും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വം എന്നൊക്കെ പറയുന്നത് അവർ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആണ്. എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ അവരുടെ മനസ്സ് വളർത്തേണ്ട ആവശ്യമാണ്. അങ്ങനെ ഇതിനെ സമീപിച്ചാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നരഹിതമായിട്ട് പോവുകയുള്ളൂ. കാരണം ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ടത് സന്തോഷമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അതുണ്ടാവണമെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ ഇവർക്ക് ഉണ്ടാവണം. ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെങ്കിലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ഇൻക്ലൂസീവ് മൈൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാത്തിനും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വിശ്വാസം, ആചാരം, അതേപോലെ തന്നെ എൻ്റെ ഒരു സാംസ്കാരിക പൊലിമ, വൈവിധ്യങ്ങൾ. ഈ ലോകത്തിൻ്റെ എത്രയോ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. എത്രയോ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ, മതത്തിൽപ്പെട്ട ആളുകൾ, വിശ്വാസമുള്ളവർ, വിശ്വാസമില്ലാത്ത, ഇവരെല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു വലിയ മനസ്സ് ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ തൃശ്ശൂർ പൂരം നമ്മൾ പൊതുവായി എടുത്താൽ അങ്ങനെ ഒരു ഭാഗത്തൊരു ആഹ്ലാദവും
ഒരു ഉത്സവം നടക്കുന്നതോടൊപ്പം തന്നെ ആചാരം കൂടി അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ശരി. ഇപ്പോൾ ദേവസ്വത്തിൻ്റെ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി അദ്ദേഹം അതിൻ്റെ നടപടികൾ നടക്കുന്നതിൻ്റെ തലേ ദിവസം പറയുകയാണ് അവിടെ ഒരു മതചിഹ്നങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായ ഒരു ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രക്രിയയിൽ ഒരു തെറ്റായിട്ടുള്ള നടപടിയാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഇത് ആളുകൾ ഇതിനെ കാണുന്നത് അതിന് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ദേവസ്വം മന്ത്രി ശബരിമലയിൽ പോകുന്നു, നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ് പല ഘട്ടങ്ങളിലായി. ദേവസ്വം മന്ത്രി അയ്യപ്പൻ്റെ നടക്കം നിൽക്കുമ്പോൾ തൊഴുകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു നിഷേധമാണ്. നിഷേധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. അല്ല, അത് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ അവരുടെ രാഷ്ട്രീയത്തെ തന്നെ പ്രത്യുൽപാദനപരമായി മാറ്റി തീർക്കുന്നതിന് അവിടെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആചാരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കണം. അതാണ് അതിന്റെ ഒരു അവിടെ പോകരുത്. അത് ശരി, അതാണ് പോകാതിരിക്കുക. ഈ രണ്ട് രീതികൾ അതിൻ്റെ അകത്തുള്ളൂ. ഇതൊക്കെ അവർക്ക് പറ്റുന്ന അബദ്ധങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇതിനെ എങ്ങനെയാണ് ഇത് എന്ത് രാഷ്ട്രീയം പ്രവർത്തിച്ചാലും ആ രാഷ്ട്രീയം ഗുണകരമായി തീർന്നാൽ അവർക്ക് ഗുണമുണ്ടാകും. അപ്പൊ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. അതൊക്കെ അവർക്ക് പറ്റുന്ന പോരായ്മകളായിട്ട് ലക്ഷോപലക്ഷം വരുന്ന ഭക്തജനങ്ങൾ വന്ന് തൊഴുത് കാണിക്കയിട്ട് പോകുന്ന ഒരു ക്ഷേത്രനടയിൽ ഞാൻ കൈകൂപ്പില്ല എന്ന് പറയുന്ന ഒരു തരത്തിൽ നിഷേധവുമാണ്. അതോടൊപ്പം തന്നെ അത് ഭക്തരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്നതുമാണ്. വേണമെങ്കിൽ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് സത്യസന്ധമായി പ്രവർത്തിക്കാണെന്ന് വിചാരിച്ചേക്കാം. പക്ഷെ അപ്പൊ അവർ മാറി നിൽക്കണം. അതാണ് അതിൻ്റെ ശരിയായ രീതി. എന്തായാലും ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ മനുഷ്യന് ചെയ്യാവുന്നൊരു കാര്യം എനിക്ക് തോന്നിയേക്കണം, ഞാനങ്ങനെ ഒരു വിശ്വാസിയായ ഒരാളെന്നല്ല, പക്ഷേ ഞാൻ പറയുന്നത് ഇവരെല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ഉൾക്കൊള്ളലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ ഇൻക്ലൂസീവ് ആവുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ പറ്റുള്ളൂ. പൊതുവിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളണം. പൊതുസമൂഹത്തിന്റെ മനസ്സിനെയും അവരുടെ മാനസികാവസ്ഥയും എല്ലാം ഉൾക്കൊണ്ട് വിശ്വാസത്തെയും ആചാരത്തെയും മാനിക്കുകയും വേണം. മാനിക്കപ്പെടണമല്ലോ. അല്ല, അത് ലംഘിച്ചതിന്റെ പേരിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളിൽ ഒന്നുമില്ല. അതാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനത്തെ ഒരു മൈൻഡ് മനുഷ്യന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുക എന്ന് പറയുന്നത് അഭിമാനക്ഷതം ഉണ്ടാക്കുന്ന അത് ഒഴിവാക്കുന്നതാണ് ഏത് രാഷ്ട്രീയത്തിനും പൊതുസമൂഹത്തിലും നല്ലത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.